ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നല്ല അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി നോക്കിയാലോ. അതിന്റെ കൂടെ നല്ല അടിപൊളി ബീഫ് വരട്ട് കൂടെ ആയാല് സംഗതി പറയണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്കിവിടെ ആദ്യം തന്നെ പാൽക്കപ്പയുടെ റെസിപ്പി നോക്കാം. അപ്പം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പ നല്ലോണം കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇടുക. കുക്കറിൽ ഇടുമ്പോൾ നമുക്കധികം സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഞാനിവിടെ 500 ഗ്രാമോളം കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം, അതായത് നമ്മുടെ കപ്പ മുങ്ങാൻ തക്കത്താന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ 1 പാലും 2 പാലും കൂടി കൂട്ടിയിട്ട് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്കിതിലേക്കൊരു അരപ്പരച്ചെടുക്കാനുണ്ട്. ഏകദേശം 10-12 ചെറിയുള്ളി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ 2-3 വെളുത്തുള്ളി, ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കപ്പ എന്തായി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 വിസിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കിത് ഉടച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ 2 വിസിലിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നോർമലായിട്ട് നമ്മൾ കപ്പ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വിസിലിൽ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഊറ്റി മാറ്റിയതിന് ശേഷം വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കപ്പ കഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ കപ്പയും തേങ്ങാപ്പാലും നന്നായി മിക്സായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് രണ്ടും ഒന്ന് മിങ്കിളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്കിതിലേക്ക് ഒരു വറവ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പിടി കറിവേപ്പില പിന്നെ ചെറിയുള്ളി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നല്ല അടിപൊളി പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് കറീൻ്റെ കൂടെയും നല്ല ബീഫ് കറീൻ്റെ കൂടെയും നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തത് നല്ല അടിപൊളി ബീഫ് വരട്ടാണ്. അപ്പോൾ ബീഫ് വരട്ടിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ പിന്നെ മസ്സലാമ, ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.